കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം നിർത്തിയിട്ട ജീപ്പിൽ യുവാവിന്റെ മൃതദേഹം. കായക്കൊടി സ്വദേശി വിനു പ്രസാദാണ് മരിച്ചത്. ഭാര്യയുടെ പ്രസവത്തിനായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു. സരീഷ് പി കെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? മറ്റു വിശദാംശങ്ങൾ? നിലവിൽ പ്രാഥമികമായ അന്വേഷണം മാത്രമാണ് നടത്തുന്നത്. കൃത്യമായി മരണകാരണം എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തതയില്ല. എന്തായാലും മൃതദേഹം അല്പസമയം മുൻപ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മരണകാരണം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരൂ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിനു ഇത്തരത്തിൽ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കൂട്ടിരിക്കാനായി ആശുപത്രിയിലേക്ക് എത്തിയത്. പ്രസവ വാർഡ് ആയതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാത്രികാലങ്ങളിൽ അവിടെ നിൽക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പിൽ രാത്രി ഭാര്യയ്ക്ക് മരുന്നും അതോടൊപ്പം തന്നെ ഭക്ഷണവും നൽകിയ ശേഷം സമീപത്ത് നിർത്തിയിട്ടിരുന്ന ആ ജീപ്പിലേക്ക് പോവുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഈ നാട്ടുകാരാണ്, അതായത് മെഡിക്കൽ കോളേജിൽ എത്തിയ ആളുകളാണ് ജീപ്പിൽ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നതായി കണ്ടത്. ആദ്യം ഗൗരവമാക്കിയില്ലെങ്കിൽ പോലും പിന്നീടാണ് ഈ മരണവിവരം പുറത്തേക്ക് വരുന്നത്. മരിച്ചതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പിന്നീട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ, അല്ലെങ്കിൽ ഈ ഹൃദയാഘാതമാണോ, അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ മരണ കാരണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും.